അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. നിങ്ങൾ വല്ല അറിഞ്ഞാടേ? ആത്മാർത്ഥ പ്രണയം തകർന്നു തരിപ്പണമായളിയ പോയളിയ, എല്ലാം പോയി. എന്താടോ കാര്യം? വാട്ട് ഈസ് ദ റീസൺ? അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെയാണ് ഏട്ടൻ വരുന്നത്. എന്നാ പറ്റിയേ? എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും പറ്റില്ല. ഞങ്ങൾ അത്രയും ഇഷ്ടത്തിലാണ്, വർഷങ്ങളോളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ്. ഞങ്ങളെ അന്വേഷിച്ച് ആരും വരരുത്. ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേർക്കും. നാണാവില്ലൂടെ എനിക്ക്? നല്ല ആരോഗ്യമുണ്ടല്ലോ, പണിയെടുത്ത് ജീവിച്ചൂടെ? എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ, ഇവിടെ ഇല്ലാണ്ടെങ്കിൽ പറ്റൂല. ഉളുപ്പുണ്ടടാ ചക്കണക്ക്, എന്നാ പോവാൻ നോക്കടാ. സ്വന്തം സഹോദരിയുടെ ഭർത്താവിന്റെ കൂടെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന ദൃഢപ്രതിജ്ഞ എടുത്ത് ഓട്ടകൾ തോറും കയറി ഇറങ്ങി ഉമ്മ വെച്ച് വീടിയിട്ട് കളിച്ച, എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. ആ ആത്മാർത്ഥ പ്രണയിനിയുടെ സിമ്പലായ നമ്മുടെ കഥാനായികയെ ആ വെപ്പുമുടിക്കാരൻ ഇട്ടിട്ട് പോയി എന്നുള്ള ഒരു വാർത്ത കേട്ട് ഞാൻ അങ്ങ് ധരിച്ചുപോയി. കഷ്ടായിപ്പോയി. വെടിവെച്ച് കൊല്ലണം അപ്പൊ അതിനെ. നടക്കുക. ഇവർ രണ്ടാളും തിരിച്ചു വന്ന കയ്യിൽ പൈസയൊക്കെ കഴിഞ്ഞിട്ട് ഫോണൊക്കെ വിറ്റ് അപ്പൊ ഇവര് ഗുരുവായൂർക്ക് തിരിച്ചു വന്നിട്ട് ഇവരെവിടെ നിൽക്കണോണ്ടപ്പോ ഒരു കസ്റ്റം വിളിച്ച് പറഞ്ഞതാ പോലീസ് സ്റ്റേഷനിലേക്ക്. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ എന്ന് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ. സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ വന്ന് കൊണ്ടുപോയി. അപ്പൊ ഫാമിലിത്തെ ആൾക്കാർ പറഞ്ഞു, അവളെ അച്ഛനമ്മയും എല്ലാവരും പറഞ്ഞു അവളെ ഇനി വേണ്ട, ഞങ്ങൾക്ക് ഇനി വേണ്ടെന്ന് പറഞ്ഞു അവരിട്ടിട്ട് പോയി. ആ ചക്ക ഇട്ടിട്ട് പോയി, ചേച്ചിയുടെ ഭർത്താവ്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഇട്ടിട്ട് പോയി. ഇനി വേണ്ട, ഇനിയിപ്പോ അനാഥാലയത്തേക്ക് ആക്കി. ഇപ്പൊ അവള് പറയും ഞാൻ മുസ്ലിം ആവാൻ പോകുന്നത്. ബെസ്റ്റ്. ഇങ്ങനെയുള്ള ജീവിതങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിലുള്ള പ്രണയവും കാമവും ആ രതിസങ്കല്പവും താല്പര്യവും ഫോൺ വിളിച്ചിട്ടൊക്കെ സംസാരിച്ചിട്ട് പിന്നീട് നമുക്ക് നേരിട്ട് കാണാം അല്ലെങ്കിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് പിന്നെ ജീവിതം തന്നെ വഴിമുട്ടി കുറെ ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ കാണുന്നു. അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? ആ കുട്ടി സ്വന്തം സഹോദരിയുടെ ഭാര്യയുടെ സഹോദരിയാണ്, കൊച്ചുകുട്ടിയാണെന്നുള്ളൊരു ബോധം അവനുണ്ടായിരുന്നെങ്കിൽ അവൻ ഇവളെയും കൊണ്ട് പോകാൻ നിൽക്കത്തില്ലായിരുന്നു. അപ്പൊ അവന്റെ കടി തന്നെയാണ് പ്രശ്നം. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.